വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹതിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിക്കുവാൻ തക്കവണ്ണം അങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി കർത്താവെ നൽകിയിരിക്കുമ്പോൾ അത് അനുദിന ജീവിത യാത്രയിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമേ. തിരുസാന്നിധ്യം അടിയനോട് കൂടിയിരിക്കണമേ. വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവകൃപയിൽ വളരുവാൻ അങ്ങോട്ട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ അങ്ങ് സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശുനാഥ് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ പലതരങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെയും നാം അഭിമുഖീകരിക്കുന്നവരാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തെ അറിയുന്നവരാണ്, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് ഈ പ്രയാസങ്ങൾ സംഭവിച്ചു എന്ന് ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളിൽ നിന്ന് ഉയരാറുണ്ട്. പലപ്പോഴും ഈ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയാറില്ല. പല സംഭവങ്ങളും നാം കേൾക്കാറുണ്ട്. ദേവാലയങ്ങളിൽ ആരാധനകളിൽ സംബന്ധിക്കുന്നവർ, അല്ലെങ്കിൽ വേദപാഠം പഠിക്കുന്ന കുട്ടികൾ, പഠിപ്പിക്കുന്നവർ, ഇവരൊക്കെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ആത്മഹത്യയിലേക്ക് പോലും എത്തുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നാം കേൾക്കാറുണ്ട്. പലപ്പോഴും ഇതിന് ഒരർത്ഥം അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയാറില്ല. ദൈവത്തെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നാം പോലും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നാം ചിന്തിക്കാത്ത ഒരു സത്യം, ഒരു ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തനാണ്. എന്തുകൊണ്ടവൻ വ്യത്യസ്തനായിരിക്കുന്നു? അനേക മതങ്ങളുടെ കൂട്ടത്തിൽ ക്രൈസ്തവ മതം ആയിരിക്കുമ്പോൾ ക്രൈസ്തവ മതത്തിനുള്ള പ്രത്യേകത എന്താണ്? മറ്റുള്ള മതങ്ങളിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ക്രൈസ്തവ മതത്തിലായിരിക്കുന്ന നാമും ഒരു ദൈവത്തെ ആരാധിക്കുന്നു എന്നതിലുപരിയായി എന്താണ് ഒരു ക്രൈസ്തവന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത്? നമുക്കറിയാം, മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ടാണ് ഏകജാതനായ പുത്രനെ പിതാവാം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതും അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് പാപമോചനം നൽകി സ്വർഗീയ സൗഭാഗ്യത്തിന് നാം അവകാശികളായി തീരുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ കർത്താവ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ പോകുന്നു, എന്നാൽ മറ്റൊരു ആത്മാവിനെ, കാര്യസ്ഥനെ പിതാവിൽ നിന്ന് നിങ്ങളിലേക്ക് അയക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 10 ദിവസത്തിന് ശേഷം പെന്തക്കോസ്താ ദിനം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയാണ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാരുടെ വ്യക്തിത്വം പൂർണ്ണമായും മാറി. അതുവരെ ഭയത്തിലായിരുന്ന ശിഷ്യന്മാർ ധൈര്യത്തോടെ തെരുവീഥികളിലേക്ക് ഇറങ്ങി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങിയാണ്. അനേകർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നതായി നാം കാണുന്നു. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ സഭയിലേക്ക് ചേർക്കപ്പെടുന്നതായിട്ട് നാം കാണുകയാണ്. ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നതായും ആ സുവിശേഷം അനേകരിലേക്ക് എത്തിച്ച് അനേകർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരികയും ക്രൈസ്തവ മതം ഏറ്റവും വലിയ മതമായി മാറുകയും ചെയ്യുകയാണ്. അതിന് കാരണം ഈ ശിഷ്യന്മാർ
ഒരു പുതിയ വ്യക്തികളായിട്ട്, വ്യത്യസ്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ മാറുകയാണ്. ഇതാണ് ഒരു ക്രൈസ്തവന് മറ്റുള്ള വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചു കഴിയുമ്പോൾ, ഇവിടെ നാം വായിക്കുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനുള്ളൂ. നിങ്ങളിലുള്ളവൻ, നമ്മളിലുള്ളവൻ ആരാണ്? നമ്മുടെ വ്യക്തിത്വമല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവം തന്നെ നമ്മളിൽ വസിച്ച് നമ്മെ സകല കാര്യങ്ങളിലും വഴി നടത്താൻ അവൻ മതിയായവനാണ്. അപ്പോൾ ഈ ലോകത്ത് നാം നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് അതിജീവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചു കഴിയുമ്പോൾ നാം വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുകയാണ്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം തരും, ബലം തരും. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അതിനെ അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയും. ഇതാണ് ഒരു ക്രൈസ്തവൻ മറ്റുള്ള അക്രൈസ്തവനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ക്രൈസ്തവൻ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. അപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ അവൻ സത്യത്തിലൂടെ മാത്രമേ ചരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. അവൻ്റെ വാക്കുകൾ, അവൻ്റെ സംസാരങ്ങൾ, അവൻ്റെ പ്രവൃത്തികൾ ഒക്കെയും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളതായിത്തീരും. ദൈവാത്മാവ് ഉണ്ട് എന്ന് കരുതി നാം മറ്റുള്ള വ്യക്തികൾ പോകുന്ന സ്ഥലങ്ങളിൽ പോവുകയോ മറ്റുള്ള വ്യക്തികൾ ജീവിക്കുന്ന പോലെ ജീവിക്കുകയോ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുകയോ അല്ല. നാം ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാ തരങ്ങളിലും, പ്രവർത്തനങ്ങളും വാക്കുകളും ചിന്തകളും വ്യത്യസ്തമായിരിക്കും. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നതായി ആത്മാവിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. അങ്ങനെ നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അവയെ അതിജീവിക്കുവാനുള്ള കൃപ അവന് നൽകും. അതാണ് യോഹന്നാന് ലേഖനത്തിൽ നാം വായിക്കുന്ന 4-ാം അധ്യായം 4-ാം വാക്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇതാണ് നമ്മളിൽ ഒരു പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തനായിത്തീരുന്നത്. നമ്മളിലുള്ളവൻ പരിശുദ്ധാത്മാവ് അത് മറ്റുള്ളവരേക്കാൾ വലിയവനാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടാകും. കാരണം നാം അല്ല, നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കും. ഇത് പല സംഭവങ്ങളിലൂടെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. നാം വായിക്കുകയാണ്, അതിനവൻ ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ ഏലീശ പ്രവാചകൻ തൻ്റെ ഭൃത്യനോട് പറയുന്ന വാക്കാണ് നാം ഇവിടെ വായിച്ചത്. ആരാം സൈന്യം ഇസ്രായേൽ സൈന്യത്തിനെതിരെ യുദ്ധത്തിന് വരികയാണ്. എന്നാൽ ഏലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. നാം അത് വായിക്കുകയാണ് 9-ാമത്തെ തിരുവചനത്തിൽ. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്നിന്ന സ്ഥലത്തുകൂടി കടന്നു പോകാതിരിക്കുവാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. അപ്പോൾ അരാമ്യ സൈന്യം വരുന്നതിന് മുമ്പ് ദൈവപുരുഷൻ ഏലീശ ഇസ്രായേൽ രാജാവിനോട് പറയുകയാണ്, ഇന്നിന്ന സ്ഥലത്തുകൂടി പോകരുത്. അങ്ങനെ അരാമ്യർ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ മുന്നമേ ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന
ഏലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിനോട് പറയുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ രാജാവ് പറയുകയാണ്, നമ്മുടെ ഇടയിൽ തന്നെ ആരോ നമ്മെ ചതിക്കുന്നുണ്ട്. നാം ആലോചിക്കുന്ന ആലോചന ഇസ്രായേൽ രാജാവിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നുണ്ട്. താഴെ നാം വായിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുവൻ പറയുകയാണ്, 12-ാം വാക്യം, അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുവൻ, യജമാനായ രാജാവേ, അങ്ങനെ ആരുമില്ല. നീ കിടപ്പറയിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏലീശ ഇത് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഭൃത്യൻ രാജാവിനോട് പറയുകയാണ്. അപ്പോൾ രാജാവ് ഒരു സൈന്യത്തെ അയക്കുകയാണ് ഏലീശായെ പിടിച്ചുകൊണ്ടുവരുവാൻ. നാം അവിടെ വായിക്കുകയാണ് 14-ാം വാക്യം, അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ഏലീശ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും അവൻ്റെ സൈന്യം വളയുകയാണ്. ശിഷ്യൻ ഭൃത്യൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും സൈന്യങ്ങളാൽ വളയപ്പെട്ട് കാണുകയാണ്. അവൻ ഭയപ്പെട്ട് ഓടി ഏലീശയുടെ അടുത്ത് ചെന്നു. ദൈവപുരുഷൻ്റെ ദാസൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ദാസൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏലീശ ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവനാണ്. ഏലീശ പറയുകയാണ്, നീ ഇത്രയും വലിയ സൈന്യത്തെ കണ്ടു, പക്ഷേ ഈ സൈന്യത്തെക്കാൾ ഉപരിയായി ഒരു വലിയ സൈന്യം നമ്മോടൊപ്പമുണ്ട്. ഭൃത്യൻ നോക്കുമ്പോൾ ചുറ്റും ഒന്നും കാണുന്നില്ല, അവർ 2 പേർ മാത്രമാണ്. എന്നിട്ട് ഏലീശ പ്രാർത്ഥിക്കുകയാണ്. 17-ാം വാക്യം, പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ യുവാവിൻ്റെ കണ്ണുകൾ തുറന്നു. ഏലീശായുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ സ്വർഗീയ സൈന്യങ്ങളുടെ ഒരു വലിയ കാവൽ ഏലീശായ്ക്ക് അവിടെ ഉണ്ടായിരുന്നതായിട്ട് ഭൃത്യൻ്റെ കാണുവാൻ തക്കവണ്ണം അവൻ്റെ കണ്ണുകൾ തുറക്കുകയാണ്, അവൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകും. കാരണം അവൻ ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടും. ദൈവമാണ് അവനിൽ വസിക്കുന്നത്. അപ്പോൾ ദൈവം അവനെ സംരക്ഷിക്കും. ഏത് ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും നടുവിലും ശത്രു എത്ര പ്രബലനാണെങ്കിലും ആ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അപ്രകാരമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നതെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് താഴോട്ട് നാം വായിക്കുമ്പോൾ അവിടെ ദൈവം അവരുടെ കണ്ണുകൾ കെട്ടി ആ വലിയ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തിയെയും ദൈവം സൂക്ഷിക്കുകയും ദൈവം പരിപാലിക്കുകയും ചെയ്യുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നമുക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഈ ആത്മാവ് എന്തിനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അവൻ കാര്യസ്ഥനാണ്. അവൻ നമുക്ക് വേണ്ടി വാദിക്കും. ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്ന കോടതിയിൽ വാദിക്കുന്നത് പോലെ നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമ്മളിൽ സ്ഥിരമായി വസിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവം തന്നെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ ആത്മാവിൽ നാം ജീവിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിപ്പാൻ നമുക്ക് കഴിയും. നമ്മളിലുള്ളവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, അവൻ ശക്തനാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. നമുക്കറിയാം ദാവീദിൻ്റെ ജീവിതം. ഒരാട്ടിടയൻ, ഒരു ബാലനായിരിക്കെ അവനെ ദൈവം വിളിച്ചു, ദൈവം അവനെ അഭിഷേകം ചെയ്തു. ലോകപരമായ യാതൊരു യോഗ്യതയും അവനില്ല. ആട്ടിടയൻ എന്ന് പറയുമ്പോൾ അവൻ്റെ സഹോദരന്മാരൊക്കെയും ശൗലിൻ്റെ സൈന്യത്തിലെ സൈന്യാധിപന്മാരാണ്. അവർക്കൊക്കെയും വലിയ സ്ഥാനങ്ങൾ സൈന്യത്തിലുണ്ട്. യുദ്ധം അഭ്യസിച്ചവരാണ്. ദാവീദിനെ സംബന്ധിച്ചോളം ഇതൊന്നുമില്ല. അവനൊരു യൗവനക്കാരൻ, അപ്രകാരം യാതൊരു യോഗ്യതയോ ഒരഭ്യസനവും ഇല്ലാത്തവൻ. അങ്ങനെ ഇരിക്കെയാണ് തൻ്റെ സഹോദരൻ്റെ ഇടയിലേക്ക് പിതാവ് അവനെ അയക്കുന്നത്. അവനവിടെ കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഇസ്രായേൽ സൈന്യത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഫെലിസ്ത്യ സൈന്യം നിൽക്കുകയാണ്. ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി മല്ലനായ ഗോലിയാത്തിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്. 40 ദിവസങ്ങൾ വെല്ലുവിളിച്ചു. അപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവനുമായി മല്ലിട്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് രക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് കീഴടങ്ങുക എന്നുള്ള ഉപാധിയോടുകൂടിയുള്ള 40 ദിവസത്തെ വെല്ലുവിളി നടക്കുകയാണ്.
ശൗലും അവൻ്റെ സൈന്യവും ഒന്നും ചെയ്യുവാൻ കഴിയാതെ അന്താളിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ദാവീദ് അവിടെ കടന്നു വരുന്നത്. ദാവീദ് കാര്യം അന്വേഷിച്ചു. അപ്പോൾ സഹോദരന്മാർ അവനെ കളിയാക്കുകയാണ്. നിനക്കതിന് പറ്റുകയില്ല. രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. രാജാവിനും ഇവന് സാധ്യമാകുമെന്ന് കരുതുന്നില്ല. അവൻ പറയുകയാണ്, സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് രക്ഷിച്ച ദൈവം, അതായത് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹവും കരടിയൊക്കെയും വരികയാണ്, എന്നാൽ അവിടെ നിന്ന് രക്ഷിച്ച ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് ദാവീദ് പറഞ്ഞ് ആ ദൗത്യം അവൻ ഏറ്റെടുക്കുകയാണ്. ദാവീദ് രാജാവായ ശൗലിനോട് പറയുകയാണ്, 17-ാം അധ്യായം 1 ശമൂവേൽ 17:32. ദാവീദ് ശൗലിനോട്, ഇവൻ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതാം എന്ന് പറഞ്ഞു. ശൗല് പറയുകയാണ്, ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനെതിരെ പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ യുവാവത്രേ, അവൻ ചെറുപ്പം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെനിക്കെതിരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. അപ്പോൾ തൻ്റെ അനുഭവം, തന്നോടുകൂടെ ദൈവം ഉണ്ടായിരുന്ന ആ വലിയ അനുഭവം ദാവീദ് രാജാവിനോട് പറയുകയാണ്. മാത്രമല്ല, അപ്രകാരം ശക്തിയേറിയ സിംഹത്തെയും കരടിയെയും കൊല്ലുവാൻ ദൈവം എനിക്ക് അതിനുള്ള കഴിവ് തന്നുവെങ്കിൽ ഈ മനുഷ്യനെ എനിക്ക് കൊല്ലുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ദാവീദിനുണ്ടാകുകയാണ്. കാരണം അവനിൽ ഉള്ള ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുകയാണ്, ശൗലിനെ രാജസാന്നിധ്യത്തിൽ നിന്ന് മാറ്റി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതായിട്ട്. അങ്ങനെ ദാവീദിനെ അഭിഷേകം നാം വായിക്കുകയാണ്. 16-ാം അധ്യായത്തിൻ്റെ 11 വാക്യം. നിൻ്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയും ഏറ്റവും ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാവുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ സായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം ഭക്ഷണത്തിനിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപനുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിലേക്ക് വരികയാണ്. ആത്മാവ് ദാവീദിൽ വന്നപ്പോൾ അവൻ മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറി. അന്നുവരെ ഉണ്ടായിരുന്ന ദാവീദല്ല, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവാൽ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ വ്യത്യസ്തനായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറുകയാണ്. ഈ ആത്മാവ് വഹിച്ച, അല്ലെങ്കിൽ ആത്മാവിൽ നയിക്കപ്പെടുന്ന ദാവീദാണ് ശൗലിനോട് പറയുന്നത്, ഒരിക്കൽ സിംഹത്തെയും കരടിയെയും കൊല്ലുവാൻ എനിക്ക് കഴിഞ്ഞു, അതുകൊണ്ട് ഇവനെ ഞാൻ കൊല്ലും. 36-ാം വാക്യം, 17-ാം അധ്യായത്തിന് 36-ാം വാക്യം. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ പരിച്ഛേദന ഏൽക്കാത്തവനായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുന്നത് കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. ദാവീദ് പിന്നെയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യനെ എൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, പോകുക, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ശൗൽ തൻ്റെ പടച്ചട്ട ദാവീദിനെ ധരിപ്പിച്ച് അവൻ്റെ തലയിൽ താമ്ര ശിരസ്ത്രം വെച്ചു. അവൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു. പടച്ചട്ടമേൽ അവൻ്റെ വാൾ തൂക്കി നടക്കുവാൻ ദാവീദ് ശ്രമിച്ചു, എന്നാൽ അവന് പരിചയമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ചുകൊണ്ട് നടക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞവ ഊരിവെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകൾ തിരഞ്ഞെടുത്ത് ഇടയ സഞ്ചിയിലിട്ടു. കയ്യിൽ കവണയുമായി ഫെലിസ്ത്യനും ദാവീദിനോട് അടുത്തു. പരിചക്കാരനും അവൻ്റെ മുമ്പേ നടന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഫെലിസ്ത്യൻ ദാവീദിനെ കളിയാക്കിയാണ്. അവൻ പറയുകയാണ്, 42-ാം വാക്യം, ഫെലിസ്ത്യൻ ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു, എന്തെന്നാൽ അവൻ
യുവാവും പവിഴ നിറമുള്ളവനും കോമളരൂപനും ആയിരുന്നു. അപ്പോൾ യാതൊരു അഭ്യസനവും ലഭിക്കാത്ത ഒരു സൈന്യത്തിലും അംഗമല്ലാതെ ഇരിക്കെ ഒരു യൗവനക്കാരൻ ഈ ഫെലിസ്തീനെ ആക്രമിക്കുവാൻ കൊണ്ട് കടന്നു വരുമ്പോൾ അവൻ നിന്ദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഫെലിസ്തീൻ ദാവീദിനോട്, നീ വടികളുമായി എനിക്കെതിരെ വരുവാൻ ഞാൻ നായയാണോ എന്ന് ചോദിച്ച് തൻ്റെ ദേവന്മാരുടെ നാമത്തിൽ ദാവീദിനെ ശപിച്ചു. ഫെലിസ്തീൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വരിക, ഞാൻ നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കും എന്ന് പറഞ്ഞു. വളരെ നിന്ദിക്കുകയാണ് ദാവീദിനെ. അപ്പോൾ ദാവീദ് എന്താണ് പറയുന്നത്? 45-ാം വാക്യം. ദാവീദ് ഫെലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എനിക്കെതിരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ സൈന്യങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിനക്കെതിരെ വരുന്നു. അപ്പോൾ അവൻ പോകുന്നത് അവൻ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അവൻ പോവുകയാണ്. ഇതാണ് ദാവീദിനുള്ള ആത്മധൈര്യം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ദാവീദ് വ്യത്യസ്തനായി തീരുന്നത് ഇതുകൊണ്ടാണ്. അവൻ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വസിക്കുന്നു എന്നുള്ളൊരു വലിയ വിശ്വാസമാണ് ഈ ഏതാണ്ട് 9 മുഴം ഉയരമുള്ള മല്ലനായ അഭ്യസനം ലഭിച്ചിട്ടുള്ള ഈ ഗോലിയാത്തിനെതിരെ പോകുവാൻ അവനെ പ്രാപ്തനാക്കുന്നത്. എന്നിട്ട് നാം വായിക്കുകയാണ്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാനിടയാകും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും എന്ന് പറഞ്ഞ് ദാവീദ് തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണ വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്കെറിഞ്ഞു. കല്ലവൻ്റെ നെറ്റിയിൽ പതിച്ചു, അവൻ കവിഴ്ന്ന് വീണു. ദാവീദിൻ്റെ കഴിവോ അവൻ്റെ യുദ്ധസാമർഥ്യമോ യാതൊരു യോഗ്യതയുമല്ല, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൽ വസിച്ചതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ദൈവത്തിനെ നിന്ദിച്ച ശത്രുവായ ഫെലിസ്തീനെ തോൽപ്പിക്കുവാൻ തൊക്കണം അവൻ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അവനെ തോൽപ്പിക്കുന്നതായിട്ട് നാം കാണുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വലിയ പാഠമാണ്. 2 സംഭവങ്ങളാണ് നാം തിരുവചനത്തിലൂടെ കണ്ടത്. ഒരുവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ആത്മാവ് അവനെ ബലപ്പെടുത്തും. ആത്മാവ് അവനെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തൊക്കെയുള്ള ധൈര്യം, മനോധൈര്യം അവന് നൽകും. ദൈവം അവനോട് കൂടെയിരിക്കും. ഈ ഒരു വലിയ തിരിച്ചറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കുവാൻ പലപ്പോഴും കഴിയാത്തത്. ദൈവത്തിന് നമ്മെ എടുത്തുപയോഗിക്കുവാൻ കഴിയാത്തത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചു കഴിയുമ്പോൾ നമുക്ക് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എങ്കിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന നമുക്കും അസാധ്യമായതൊന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുകയാണ്. മറ്റൊരു സംഭവം വളരെ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കനാൻ ദേശം ഉറ്റുനോക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ ഗോത്രത്തിലെ 12 തലവന്മാരെ, നേതാക്കന്മാരെ അയക്കുകയാണ്. മോശ അവരോട് പറയുകയാണ്, ഈ സ്ഥലം നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു, നിങ്ങൾ പോയി കണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് വിവരം അറിയിക്കുക. 12 പേരും പോവുകയാണ്. 12 പേരും പോയി ആ ദേശം സൂക്ഷ്മമായി പരിശോധിച്ചു. അവരെല്ലാവരും കണ്ടതൊന്നു തന്നെയാണ്. പക്ഷേ അവരിലുള്ള മനോഭാവം വ്യത്യസ്തമായിരുന്നു. 10 പേർ മടങ്ങുമെന്ന് പറയുകയാണ്, അതികായകന്മാരായ മല്ലന്മാരവിടെയുണ്ട്. ആ ദേശം വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള ദേശമാണ്. ആ ദേശത്തിലെ മുന്തിരിക്കൊലകൾ അവർ പറിച്ചുകൊണ്ട് മടങ്ങി വരികയാണ്. പക്ഷേ ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടുക്കിളികളെ പോലെയാണ്. അതികായന്മാരായിട്ടുള്ള ആളുകളാണ് അവിടെ വസിക്കുന്നത്. ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ്, ഞങ്ങൾക്കിത് സാധ്യമല്ല. എന്നാൽ മറ്റ് 2 പേർ, കാലേബും യോശുവയും പറയുകയാണ്, ഇത് നമുക്ക് സാധ്യമാണ്, നമ്മുടെ ദൈവത്താൽ ഇത് സാധ്യമാണ്. കാരണം എന്താണ്? അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം. അവരെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നയിച്ചപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളിലൂടെയാണ് അവരെ നയിച്ചത്. ആ ഒരു വിശ്വാസം ഈ കാലേബിനും യോശുവയ്ക്കുമുണ്ട്. അവർ പറയുകയാണ്, നമുക്കിത് സാധ്യമാണ് എന്ന് ജനത്തെ ബലപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുമ്പോൾ മറ്റ് 10 പേർ ജനത്തെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാണ് അവരിൽ നിന്നുണ്ടാകുന്നത്.
12 പേരും കണ്ട കാഴ്ച ഒരുപോലെയാണ് എങ്കിലും 10 പേരുടെ റിപ്പോർട്ടുകൾ വ്യത്യസ്തമാണ്. ഇത് നമുക്ക് സാധ്യമല്ല. അവർ അവരിലേക്ക് നോക്കിയാണ്. അവരിൽ വസിക്കുന്ന ആത്മാവ് ആശ്രയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. മറിച്ച് കാലേബും യോശുവയും ദൈവത്തിൻ്റെ ആത്മാവാണ് അവരെ അപ്രകാരം പറയുവാൻ പ്രേരിപ്പിക്കുന്നത്. അവർ പറയുന്നത് നമുക്കിത് സാധ്യമാണ്, ദൈവത്താൽ, നമ്മുടെ ദൈവത്താൽ ഇത് സാധ്യമാണ്. വ്യത്യസ്തമായ മനോഭാവമാണ് ഈ 2 പേരിൽ നിന്നും നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. 10 പേരിൽ നിന്നും വ്യത്യസ്തമായ മനോഭാവം. കണ്ട കാഴ്ച ഒരുപോലെയാണ് 12 പേരും. അവർ കണ്ട അതിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും കണ്ടത് മല്ലന്മാരായിട്ടുള്ള ആൾക്കാർ, അതികായകന്മാരായിട്ടുള്ളവർ, ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം 12 പേരും കണ്ടു. 10 പേരുടെ റിപ്പോർട്ട് വ്യത്യസ്തം. 2 പേര് പറയുകയാണ് ഇത് നമുക്ക് സാധ്യമാണ്, ദൈവത്താൽ ഇത് സാധ്യമാണ്. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ള പ്രതികരണമായിട്ട് മാറേണ്ടത്. നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്താൽ സാധ്യമാണ്. ശത്രു എത്ര പ്രബലനാണെങ്കിലും അവനെ തകർക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ ശക്തനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഒരു ക്രൈസ്തവനെ മുമ്പോട്ട് നയിക്കേണ്ടത്. അപ്പോൾ പിന്നെ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് ഭാരപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുകയില്ല. നാം ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല. നാം ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല. ഏത് പ്രതിസന്ധികളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ച് നമ്മെ നയിക്കും. കർത്താവിൽ സഹോദരങ്ങളെ, ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ആത്മാവിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പോകുവാൻ നമുക്ക് കഴിയണം. പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, പാപം ഉള്ളിടത്ത് പരിശുദ്ധ ആത്മാവ് ഒരിക്കലും വസിക്കുകയില്ല. അവൻ വിശുദ്ധമാണ്. അശുദ്ധിയിൽ അവൻ ഒരിക്കലും വസിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പാപത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ വിശുദ്ധാത്മാവ് നമ്മെ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകാൻ നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.